എന്ന ഡോക്ടർ നമ്മളിതിലൊരു അന്വേഷണത്തിലാണ്. ഈ കാര്യത്തിൽ മാത്രമാണോ വീഴ്ച വരുത്തിയിട്ടുള്ളത്, നേരത്തെയുള്ള ഏതെങ്കിലും സർജറികളിലും ചികിത്സകളിലും പിഴവ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിരൽ മുറിക്കാൻ പറഞ്ഞ കാല് മുറിക്കും എന്നാണ് പറയുന്നത്. നമസ്കാരം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയെ തുടർന്ന് സുമയ്യ എന്ന കാട്ടാക്കടക്കാരിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവം ഏറെ വിവാദമായിരിക്കുകയാണ്. ഈ യുവതി ഇപ്പോൾ ഏറെ ശാരീരിക അസ്വസ്ഥതകളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ യുവതിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് ഈ ഒരു സംഭവത്തിൽ നഷ്ടപരിഹാരം വേണം, കൃത്യമായ നിയമ നടപടി ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കെതിരെ സ്വീകരിക്കണം എന്നുള്ളതാണ്. നിലവിലിപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു സംഭവത്തിൽ, ഈ ശസ്ത്രക്രിയ പിഴവിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധവുമായി DMO ഓഫീസിലേക്കും പൊതുരംഗത്തേക്കും എത്തിയിരിക്കുകയാണ്. ഈ കിള്ളി സ്വദേശി സുമയ്യ ജനറൽ ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവിനെതിരെ SDPI സമരപരിപാടി ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് DMO ഓഫീസിലേക്ക്, ജനറൽ ഹോസ്പിറ്റലിലെ DMO ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധ മാർച്ച് നടത്തി. രണ്ടാവശ്യങ്ങളാണ് അതിൽ ഉന്നയിക്കുന്നത്. ഒന്ന്, ഈ വിഷയത്തിൽ കുറ്റക്കാരായ സർജറിയും അതിനെ തുടർന്ന് ചികിത്സാ പിഴവ് വരുത്തുകയും തുടർന്നുള്ള ചികിത്സകൾ നടത്താതിരിക്കുകയും ചെയ്ത ഡോക്ടർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക. രണ്ടാമതായി, ഈ കുട്ടിക്ക് ആവശ്യമായ സുമയ്യയ്ക്ക് ആവശ്യമായ ചികിത്സാ സഹായവും നഷ്ടപരിഹാരവും നൽകുക. ഈ രണ്ടാവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള സമരപരിപാടിയാണ്. ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ തുടർ സമരപരിപാടികൾ നമ്മൾ നടത്തും. കാരണം ഈ രാജീവ് എന്ന ഡോക്ടർ നമ്മളിതിലൊരു അന്വേഷണത്തിലാണ്. ഈ കാര്യത്തിൽ മാത്രമാണോ വീഴ്ച വരുത്തിയിട്ടുള്ളത്, നേരത്തെയുള്ള ഏതെങ്കിലും സർജറികളിലും ചികിത്സകളിലും പിഴവ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിലും എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ ആ വിഷയത്തിലുമുള്ള സമരപരിപാടികളുമായി SDPI മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. നിലവിലിപ്പോൾ പോലീസിന്റെ ഒരു പ്രതികരണം, പോലീസ് നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബക്കാർ കൊടുത്ത പരാതി അതെന്താകുമെന്ന് സംസാരിച്ചു. വളരെ മാന്യമായിട്ടാണ് ആ വിഷയത്തിൽ പരാതി സ്വീകരിക്കുകയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുകയും ആ മൊഴിയെടുക്കാൻ വേണ്ടി ഡോക്ടറെ ഇവിടെ വിളിച്ചു വരുത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥനെതിരെ മുൻപും ഇത്തരത്തിലുള്ള ഉണ്ടെന്നാണ് അറിവ്. 1-2 കേസല്ല, ഒരുപാട് കേസുണ്ടെന്നാണ് പറയുന്നത്. വിരൽ മുറിക്കാൻ പറഞ്ഞ കാല് മുറിക്കും എന്നാണ് പറയുന്നത്. 2023 മാർച്ച് മാസത്തിലാണ് സുമയുടെ ശസ്ത്രക്രിയ ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത്. ശസ്ത്രക്രിയയെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവം ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചത് എന്ന് കാട്ടാക്കട കിള്ളി സ്വദേശിയായ സുമയ്യ പറയുന്നു. പരാതി കൊടുക്കേണ്ട എന്നും ഗൈഡ് വയർ പുറത്തെടുക്കാമെന്നും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാർ ഉറപ്പ് നൽകിയിരുന്നു. തുടർ ചികിത്സയ്ക്കായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയും ചെലവിനുള്ള പണം നൽകുകയും ചെയ്തിരുന്നുവെന്നാണ് സുമയ്യ പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് വയർ രക്തധമനികളുമായി ഒട്ടിപ്പോയി എന്നും പുറത്തെടുക്കാൻ കഴിയില്ല എന്നും ഡോക്ടർ പറയുകയായിരുന്നു. ആദ്യം പരാതി നൽകിയിരുന്ന സുമയ്യ പിന്നീട് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കലശലായതോടെയാണ് പരാതി നൽകാൻ തീരുമാനിച്ചത്. വയർ കുടുങ്ങി 2 വർഷം കഴിഞ്ഞതിനാൽ പുറത്ത് ആവരണം രൂപപ്പെട്ടു എന്നും പുറത്തെടുക്കാൻ കഴിയില്ല എന്നുമാണ് മെഡിക്കൽ ബോർഡ് ചേർന്ന ശേഷം അറിയിച്ചത് എന്ന് സുമയ്യ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് സുമയ്യ ഇന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. തുടർ ചികിത്സയ്ക്കായി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഡോക്ടറിൽ നിന്ന് ഈടാക്കി നൽകണം എന്ന് ആവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. നാളെ സുമയ്യ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ നേരിൽ കണ്ട് പരാതി നൽകുകയും ചെയ്യും. ഇപ്പോൾ ശ്വാസം മുട്ടൽ ഉൾപ്പെടെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് സുമയ്യ പറയുന്നു. വല്ലാത്ത കിതപ്പുണ്ട്, പടി കയറാനും ബുദ്ധിമുട്ടാണ്. 2023 മാർച്ച് 22-ന് സുമയ്യയുടെ തൈറോയിഡ് ഗ്രന്ഥി ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. ഡോക്ടർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ എന്ന് സുമയ്യ വ്യക്തമാക്കുന്നു. 8 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞു. കഴുത്തിലും കാലിലും ട്യൂബുകൾ ഇട്ടിരുന്നു. ശസ്ത്രക്രിയയുടെ മുറിവുകൾ കരിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ മുതൽ ശ്വാസം മുട്ടലും കിതപ്പുമുണ്ടായി.
നടക്കാനും വീട്ടുജോലിക്കും പ്രയാസമായി. എന്തായാലും ഈ ഒരു ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഈ യുവതി അനുഭവപ്പെടുന്നത്. ഇതിനെതിരെ പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു ഡോക്ടർക്കെതിരെയും ഈ ശസ്ത്രക്രിയ നടത്തിയവർക്കെതിരെയും ഉയർന്നു വരുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.